ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ചില ആൾക്കാരെങ്കിലും എന്നെ അറഞ്ചം പുറഞ്ഞ് തെറി വിളിക്കും. പിന്നെ എൻ്റെ ഒരു സ്വഭാവമുണ്ട്, കുറേയെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇനി എൻ്റെ തന്തയാണെങ്കിൽ പോലും അത് തുറന്നു പറയാൻ മടിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ, ഇന്ന് രേണു സുധിയുടെ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ താഴെ ഇൻ്റർവ്യൂ അപ്ലോഡ് ചെയ്തത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കണ്ടു. പിന്നെ എനിക്ക് വേറെ ഇച്ചിരി തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അതങ്ങ് മാറ്റി വെച്ചത്. അപ്പോൾ അതിനകത്ത് താഴെ വരുന്ന എല്ലാം രേണുവിന് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ രേണു, ഞാൻ ആദ്യം തന്നെ നമുക്കത് കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം. ഞാൻ അതിന്റെ പേരിൽ ഇനി അഹങ്കാരി ആയിക്കോട്ടെ, അവൾ ക്യാൻസർ വന്ന് അവൾക്ക് നാക്കിന് ഇല്ല, നാക്കുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ട്രീറ്റ്മെന്റ് പിടിച്ചു നിൽക്കുന്ന ജീവനോട് ഇരിക്കുന്നത്. അല്ല ഞാൻ പണ്ടേക്ക് ഇനി ഇവരെന്നെ ഓർത്തത് എന്നെ പെട്ടി വെച്ച് ഞാൻ പോകുന്നു ബൈ ബൈ പറഞ്ഞ് ഞാൻ പോകുന്നു, അങ്ങനെയാണോ ഓർത്തത്? അതായത് ചേച്ചി ഇപ്പോഴും തിരിച്ചു വരരുത് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരൊറ്റ മനക്കരുത്തും ദൈവതുല്യമായിട്ടുള്ള ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റും കൊണ്ടും പിന്നെ നല്ല ആളുകളുടെ മനസ്സിന്റെ ആ ശക്തിയും പ്രാർത്ഥന, എന്റെ വീട്ടുകാരുടെ, എന്റെ സ്വന്തം സഹോദരിയുടെ, പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേരുടെ, പിന്നെ എനിക്ക് എന്റെ ഫ്രണ്ടായിട്ട് നിൽക്കുന്നത് എനിക്കൊരു മാനേജറുണ്ട്. ഇപ്പോഴും ഞാൻ രേണുസുതിയാന്ന് അറിയുന്നത് ഈ മാനേജറെ കരിഷ്മ വിളിക്കുമ്പോഴാണ്. എന്തും വിളിക്കും എന്നെ മോനെ. അവൾക്ക് വേണേ വേറെ ജോലിക്ക് പോകാൻ ഞാൻ എന്റെ മാനേജർ പോസ്റ്റ് എപ്പോഴും ഞാൻ പറഞ്ഞു, മോനെ നീ ഇല്ല, നീ തിരിച്ചു വരാൻ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിരിക്കുക. പഴയ പോലെ പിടിക്കണം, നമ്മൾ പ്രോഗ്രാം പിടിക്കണം, ഇനോഗ്രേഷൻ പിടിക്കണം, സിനിമ ചെയ്യണം, എല്ലാം ചെയ്യണം മോനെ. എന്നും എന്നെ ഊർജം കൊണ്ടുതരുന്ന അപ്പോഴാണ് ഞാൻ സെലിബ്രിറ്റി ആണല്ലോ എന്നുള്ളൊരു ചിന്ത. ഞാൻ ഇപ്പോഴും തീർണം, ഞാൻ പെട്ടി വെക്കണം, എന്നെ പെട്ടി വെച്ച് ബൈ ബൈ പറയാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് ഈ കേട്ടത്. അപ്പോൾ ഞാൻ ഇത്രയും നാളും രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന ഒരു വ്യക്തിയാണ്. കാരണം അവളിൽ ഒരു നന്മയുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ, അതായത് 2-3 പ്രാവശ്യം ഇതുപോലെ ചില ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ട ഒരു കാര്യമാണ്, എൻ്റെ കരീഷ്മ എന്ന്. എൻ്റെ മാനേജർ കരീഷ്മ. രേണു, ഞാൻ ഒന്ന് ചോദിക്കട്ടെ രേണു, അതായത് ഈ കരീഷ്മയൊക്കെ വരുന്നതിന് മുമ്പും അതോ വന്നതിന് ശേഷമാണോ എന്നറിയത്തില്ല, നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ തന്നെ അറഞ്ചം പുറഞ്ചം തെറി വിളിയും അതുപോലെ തന്നെ കോടതിയിൽ കേസും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, അറിയാമോ? ഓർമ്മയുണ്ടോ? പിന്നെ നിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും എന്ത് കാര്യമുണ്ടെങ്കിലും നിന്നെ കൂടെ ചങ്കായിട്ട് നിന്ന ഒരു വ്യക്തിയുണ്ട്. പറയാതെ തന്നെ അറിയാമല്ലോ. എവിടെയെങ്കിലും ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലടാ. അത് മര്യാദയാണോ? അല്പന ഐശ്വര്യം വന്ന് വരുമ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുന്ന സ്വഭാവമല്ലേ ഇത്? പിന്നെ ഈ കരീഷ്മ പറയുമല്ലോ, രേണു നീ വരണം, നീ തിരിച്ചു വരണം, പിന്നെ വരണം, നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ കരീഷ്മ അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പനഴയതുപോലെ ഇനാഗ്രേഷനും എല്ലാം പിടിക്കണമെങ്കിൽ അവൾക്ക് ആദായമുണ്ട്. നിന്റെ ഉദ്യോഗസ്ഥയാണ്. എന്നാൽ ഒരു ആദായമോ ഒരു പ്രതിഫലമോ ഇല്ലാതെ നിന്റെ ആസനം താങ്ങി നടന്ന് നാട്ടിലുള്ള തെറിവിളിയെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന 1-2 പേരുണ്ട് കേട്ടോ. പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കാട്ടപരാധി എന്ന് പറയാൻ വിളി കേട്ടവളാണ് ആ വ്യക്തി. അറിയാമല്ലോ, പേര് പറയാതെ തന്നെ അറിയാമല്ലോ. എന്നിട്ട് എന്തേ ഈ കരീഷ്മ എന്ന് നീ 100 പ്രാവശ്യം വിളിച്ച് പറയുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതാണോ ഒരു ആത്മാർത്ഥ സുഹൃത്തെന്ന് പറയുന്നത്? അപ്പം നിന്നെ വലിക്കാനാണോ നിന്റെ ആസനം താങ്ങി നടക്കുന്നത്? ഇപ്പോൾ പേരും പ്രസക്തിയല്ല ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ അതിനുള്ള മറുപടി പറയണം കേട്ടോ. അതൊരു മര്യാദയുള്ളൊരു കാര്യമാണോ? ഈ കരീഷ്മ നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നെ കൊണ്ട് ആദായമുണ്ട്. ഇതൊന്നുമില്ലാതെ നിന്നെ ആരാധിക്കുന്ന ആൾക്കാർ വരെ പറയാറുണ്ട്, സജീന നീ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണേ. എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എന്തെങ്കിലും ഒന്ന് പോകുന്നെങ്കിൽ എൻ്റെ അടുത്തൂടെ ഒന്ന് പറയണേ, നമുക്കും ഒന്ന് പോയി കാണണം. പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാനും നിങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ എന്നാൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഈ സജീന ഒന്ന് അന്വേഷിച്ച് പറയണേ, ഞങ്ങളുടെ വിശേഷങ്ങളൊന്ന് പറയണേ എന്ന് പറയുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ എന്തിനാ മാറ്റി നിർത്തുന്നത്? എന്താ തൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് കൂടെ നിൽക്കാൻ പറ്റിയ ആളല്ലേ?
അതോ തനിക്ക് വേണ്ടിയിട്ട് മാത്രം തെറിവിളി കേൾക്കാൻ വേണ്ടിയിട്ട്? പിന്നെ നീ പറയും ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെച്ച് കാശുണ്ടാക്കാനാണ്. പിന്നെ ഇതിനകത്ത് എത്ര 60-65 ലക്ഷം രൂപ സമ്പാദിച്ചെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ പറയുന്ന ഞാനായാലും ഈ പറയുന്ന സജീനായാലും ശരി, നിന്നെ വിമർശിച്ചുകൊണ്ട് എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ അറിഞ്ഞ പറഞ്ഞ 4 തെറിയും വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണും, നമുക്ക് റീച്ച് ഉണ്ടാക്കാം. ഞങ്ങളൊന്നും അതല്ല ആഗ്രഹിക്കുന്നത്. ഒരു പ്രതിഫലമോ അല്ലെങ്കിൽ യാതൊരു ആദായമോ നോക്കാതെയാണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു പേര് പരാമർശിച്ചൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. ഏതൊക്കെയോ 1-2 പ്രാവശ്യം യാദൃശ്യമായിട്ട് ഇപ്പോൾ എൻ്റെ മറ്റേ ചേച്ചിയാണ്, ചേച്ചി പറയുന്ന പോലെ കേൾക്കോളെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ ഒരിടത്തും പറഞ്ഞു കേട്ടില്ലല്ലോ. പിന്നെ രേണുസുതി അതൊക്കെ ഒരു മര്യാദയാണോ? ചിലപ്പോൾ സുരേന്ദ്രൻ മുതുക്ക് കളവും പറയുമ്പോൾ തെറ്റായിട്ട് തോന്നും. ഒന്ന് ചിന്തിച്ച് നോക്ക് കേട്ടോ. നിന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്ന് പറയുന്നത് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അറഞ്ചം പുറഞ്ഞ തന്തയ്ക്ക് വിളി, അവരൊക്കെ കൊച്ചുമക്കൾ അവരെ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കൂടെ മറക്കരുത് കേട്ടോ. അത് ഈ വന്ന വഴിയും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നിയൊരു കാര്യമാണ്. ഇപ്പോൾ നീ ക്യാൻസറായിട്ട് കിടന്നതിന് ശേഷം റീൽസൊക്കെ ചെയ്യുമ്പോൾ നിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് പറയാനുണ്ട്. ആ കുട്ടി സന്തോഷിക്കട്ടെ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് ഞങ്ങൾ എല്ലായിടത്തും തർക്കിക്കാറുണ്ട്, വാദിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം എന്തായിരുന്നു? നിൻ്റെ ചാനലിലല്ല അപ്ലോഡ് ചെയ്തത്, ശരി, അങ്ങനെ നിൻ്റെ ചാനലിലാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ നിനക്ക് ആ ഒരു പേയ്മെൻറ്റ് കിട്ടും. ഇതിപ്പോൾ ആ പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടാണോ, നിനക്ക് എന്തെങ്കിലും തുച്ഛമായ പൈസ ഇങ്ങോട്ട് തന്നിട്ടാണോ? ആരും നടന്നാക്കാനല്ലല്ലോ, അവർക്ക് റീച്ച് കിട്ടും. ഇപ്പോൾ അതായത് കുറച്ച് നാളുകൊണ്ട് ആരും രേണുസുതിയുടെ ഒരു കണ്ടന്റ് എടുക്കുന്നില്ല, കണ്ടന്റിന് വേണ്ടിയിട്ട് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഈ കിച്ചുവിൻ്റെ കൂടെയൊക്കെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ആ കുടുംബത്തെ കൂടെ വലിച്ചഴച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കാം എന്ന് കരുതിയിട്ടല്ലേ അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ എന്തായിരുന്നു ആവശ്യം? കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ക്യാൻസറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന വീഡിയോ ഇട്ടു, ശരി, ഓക്കെ, ജനങ്ങളെല്ലാവരും ഇത് ഏറ്റെടുത്ത്. നമുക്ക് ഭയങ്കരമായ ഒരു വിഷമം തോന്നി. കാര്യം കേരളത്തിൽ നല്ല ഇന്ത്യക്കകത്ത് എല്ലായിടത്തും ക്യാൻസർ പേഷ്യൻ്റ് ധാരാളം ഉള്ളതാണ്. എന്നാലും നമുക്കറിയാവുന്നുള്ളൊരു വ്യക്തിക്ക് ക്യാൻസറാണ്, മാരകമായ അസുഖമാണെന്ന് കേട്ടപ്പോൾ നമുക്ക് മാനസികമായിട്ട് ശരിക്കും വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യകത എന്തായിരുന്നു? അതിപ്പം അവനവൻ്റെ കാര്യമാണ്, നിങ്ങളെ ഇഷ്ടം, അതൊക്കെ പറയാം. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് അങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടാ. രേണുസുതി വന്ന വഴി മറക്കരുത് കേട്ടോ. ഈ കരിഷ്മ നിന്നെ വിളിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ അവൾക്ക് ആദായമുണ്ട്. ഇതൊന്നും ഇല്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ നിന്റെ ആസനം താങ്ങി നടന്നിട്ട് ജനങ്ങളിലുള്ള തെറിവിളി കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ സുരേന്ദ്രൻ ഒരു കോപ്പുമല്ല, സുരേന്ദ്രൻ ഇതിൻ്റെ എന്നാലും മറ്റുള്ളവരൊക്കെ മറക്കരുത് കേട്ടോ. എനിക്കിത്രേ പറയാനുള്ളൂ. ബൈ.